പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് ക്ഷണിക്കാത്ത ഫംഗ്ഷന് പോവുക എന്നുള്ളത്. നമ്മളെ വിളിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ടുണ്ടാവും. എന്നാലും നമ്മൾ ആ ഫംഗ്ഷൻ എത്തും, അവിടുന്ന് ഭക്ഷണം കഴിക്കും. ഇങ്ങനെ വരുമ്പോഴും നമ്മളുടെ ക്വാളിറ്റി കുറയുന്നുണ്ട്, നമ്മളുടെ മനുഷ്യത്വം കുറയുന്നുണ്ട്. വയറിന്റെ ഒരു നിയമമുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ 1/3 കഴിക്കുക എന്നുള്ളത്. ആ ഒരു നിയമം തെറ്റിച്ചിട്ട് വയർ ഫുള്ളാക്കി കഴിക്കുന്ന സമയത്തും നമ്മളുടെ ക്വാളിറ്റി കുറയും, നമ്മളുടെ മനുഷ്യത്വം കുറയുന്നുണ്ട്. നമ്മൾ ലഹരി അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മളുടെ ക്വാളിറ്റി കുറയും. നമ്മളുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ആ ഒരു അവസ്ഥ, അതായത് ദേഷ്യം, വാശി, കോപം, സങ്കടം, ഇതെല്ലാം ഉള്ള ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല. മനസ്സെപ്പോഴും ശാന്തമായിട്ടുള്ള ഒരു സ്നേഹം, കാരുണ്യം, റഹ്മാൻ, റഹീം എന്നുള്ള ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അതെ, ആ ഒരു ക്വാളിറ്റി ഉള്ള അവസ്ഥയിൽ. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമില് ബിസ്മി ചൊല്ലി നീ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞതിന്റെ പ്രസക്തി ഉള്ളത്. വെറുതെ ചൊല്ലി പറയേണ്ട ഒരു കാര്യമല്ല. ബിസ്മി എന്ന് പറഞ്ഞാല് നിങ്ങൾ ബിസ്മി ആവണം. ക്വാളിറ്റിയുള്ള, ശാന്തരായ, സമാധാനമുള്ള, കരുണാനിധിയായിട്ടുള്ള ക്വാളിറ്റി, കാരുണ്യവാനായിട്ട്, അതെ, എപ്പം എത്തിപ്പെടുന്നോ അപ്പൊ ഭക്ഷണം കഴിച്ചാൽ മതി.